എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതാന്ന് വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. കുറെ ദിവസമായി എല്ലാവരോടും ഒരു പ്രധാനപ്പെട്ട കാര്യം പറയണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇനിയും വൈകിച്ചൂടാ. ഇത് നമ്മളെ കുട്ടാപ്പിയാണ് കേട്ടോ. കുട്ടാപ്പിനെ നല്ല മാറ്റമുണ്ട്, എണ്ണയൊക്കെ തേച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ കുട്ടാപ്പി ഉൾപ്പെടെ കണ്ണ് കാണാത്ത 4 ആൾക്കാരുണ്ട് നമ്മളെ കൂടെ. പിന്നെ കൈകാലുകൾ മുറിച്ച് ആംബിറ്റേറ്റ് ചെയ്ത് സർജറി കഴിഞ്ഞവര്, തളർന്നവര്, അങ്ങനെ നമ്മളെ കയ്യിൽ ഇപ്പൊ ഒരു 10-20 ജീവനുകളുണ്ട്. നമ്മളെ സ്വർഗം ഇതാണ്. ഇപ്പൊ നമ്മളെ സ്വർഗം നമ്മൾ എപ്പോഴും പറയാറുള്ള നമ്മളെ സ്വർഗല്ലേ. നമ്മളെ വിണ്ടാപ്രാണികൾക്ക് വേണ്ടിയുള്ള ഈ സ്വർഗം നമുക്ക് ഈ ജനുവരിയും കൂടി ഉള്ളൂ. ഈ ജനുവരി നമ്മളിവിടുന്ന് ഇറങ്ങണം. ഈ സ്വർഗത്തിൽ നമ്മൾ പടി ഇറങ്ങണം. എന്റെ വീട് ഇതാണ്. എന്റെ വീടും നമ്മൾ ഈ സ്വർഗം തമ്മിൽ ഒരു കല്ലിന്റെ വ്യത്യാസമുള്ളൂ. പക്ഷെ ഇത് നമ്മുടെ അല്ല. ഇത് നമുക്ക് ഇത്രയും നാള് നമുക്ക് ഈ കുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് ജീവനുകൾ നമ്മൾ രക്ഷപ്പെടുത്തി. ഒരുപാട് ജീവനുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ വലിയൊരു മനസ്സിന്റെ ഉടമ അദ്ദേഹത്തിന്റെ കനിവോട് കൂടിയിട്ട് ഒരു പൈസ ഒന്നും മേടിക്കാതെ ഇത്ര നാള് നീ നിന്റെ ഇഷ്ടത്തിന് ചെയ്തോ, വിണ്ടാപ്രാണികൾക്ക് വേണ്ടിയിട്ടല്ല എന്ന് പറഞ്ഞ് നമുക്ക് അനുവദിച്ചു തന്നിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ മനസ്സ് അപ്പൊ അതെന്ന് പറയുന്നത് ഇനി വയ്യ. എനിക്ക് വേണ്ടി അദ്ദേഹം ഇത്ര നാൾ കാത്തുന്നു. അദ്ദേഹത്തിന് ഇവിടെ വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങേണ്ട ഒരു ആവശ്യം വന്നിരിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് നമ്മളെ സ്വർഗത്തിൽ നമുക്കൊരു സ്വർഗം ഇനി സൃഷ്ടിക്കണം പുതിയതായിട്ട്. ഇത്രയും മക്കളേനായിട്ട് ഞാനൊരു വഴിയാധാരമായി നിൽക്കാൻ പാടില്ലല്ലോ. എന്തായാലും പ്രപഞ്ച ശക്തികൾ നമുക്കൊരു വഴി കാണിച്ചു തരുന്നു വിചാരിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടോ? എനിക്കൊരു 10-15 കിലോമീറ്ററിന്റെ ഉള്ളില്ലെങ്കിൽ എനിക്ക് 10 കിലോമീറ്ററിന്റെ ഉള്ളില്ലെങ്കിൽ എനിക്ക് എപ്പോഴും ഓടിയെത്താൻ കഴിയുന്ന ഒരു ഇടം, മനുഷ്യരുടെ അധികം ജനവാസ മേഖല അല്ലാത്തൊരു ഇടം, ഒരു 10-15-20 സെന്റെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് ഉപകാരമായിരിക്കും. അത് ഈ വീഡിയോ കാണുന്ന നമ്മൾ മലപ്പുറം ജില്ലയിൽ എന്റെ പൊന്നാനി താലൂക്ക് ഏരിയയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ പരിചയപ്പെടുത്താണെങ്കിൽ സന്തോഷം. ഇതിൽ നമുക്കൊരു സ്ഥലം കിട്ടുകയാണെങ്കിൽ ഇവിടെ ഒന്നും കൂടി നമുക്കൊരു പുതിയ സ്ഥലത്തൊരു സ്വാതന്ത്ര്യം ഉണ്ടാവും. ഇപ്പൊ എടുക്കുന്ന കുഞ്ഞുങ്ങളെക്കാൾ 1-2 കൂടുതൽ കുട്ടികളെ നമുക്ക് എടുക്കാൻ കഴിയുന്നുള്ള ഒരു പ്രതീക്ഷ. കുറച്ചും കൂടി അവിടെ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആ കാര്യം നിങ്ങളെ അറിയിക്കണമെന്നുണ്ട്. ഉള്ളിൽ അതൊരു വിങ്ങലായിട്ട് ഇങ്ങനെ കിടക്കുക. എന്താവും അറിയില്ല. എന്തായാലും നല്ലൊരു ഇടം നമുക്ക് ഇനി സ്വർഗതുല്യമായിട്ട് മിണ്ടാപ്രാണികളെ ഒരുപാട് പേരെ പരിചരിക്കാനും സംരക്ഷിക്കാനുള്ള ആ ഒരു ഇടം, ആ ഒരു സ്ഥലം എത്രയും പെട്ടെന്ന് വന്നു ചേർന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും എല്ലാവരും സന്തോഷമായിട്ടിരിക്കും, സമാധാനമായിരിക്കും.